ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും. അപ്പൊ ഇതൊരിക്കലും സത്താപരമായി പുത്രനെ പിതാവിനേക്കാൾ താഴ്ന്നവനാക്കുന്നില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോ അതിന്റെ 1-ാമത്തെ ലേഖനത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഏതൊരു പുരുഷന്റെയും തല ക്രിസ്തുവാണ്. സ്ത്രീയുടെ തല പുരുഷനാണ്, ക്രിസ്തുവിന്റെ തല ദൈവമാണ്. അപ്പൊ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, ഇപ്പൊ സ്ത്രീയുടെ തല പുരുഷനാണ്. സത്തയിൽ വ്യത്യാസമില്ല, സാരാംശത്തിൽ വ്യത്യാസമില്ല. മനുഷ്യൻ ഹ്യൂമനാണ്. സ്ത്രീയും പുരുഷനും ഹ്യൂമനാണ്, ഹ്യൂമൻ ബീയിങ് ആണ് സ്ത്രീയും പുരുഷനും. പക്ഷെ സ്ത്രീയുടെ തല പുരുഷനാണ്. പക്ഷെ they are equal. ഗോഡ് ബീയിങ്ങിൽ ഫാദറും സണ്ണും ഉണ്ട്. ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദ സൺ. ക്രിസ്തുവിന്റെ തല ദൈവമാണ്. സത്താപരമായ വ്യത്യാസമില്ല. ഓൺടോളജിക്കൽ ഹൈറാർക്കി ഇല്ല, ഓൺടോളജിക്കൽ സബോർഡിനേഷൻ ഇല്ല, ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഡിസ്റ്റിങ്റ്റീവ് ആണ്. സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയാൻ പറ്റുന്നു. ആ തിരിച്ചറിയുന്നതിനെയാണ് ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺ, വ്യതിരിക്ത വ്യക്തികൾ, ഡിസ്റ്റിങ്ഷൻ. അവരെ വ്യതിരിക്തതയുണ്ട്. ആ വ്യതിരിക്തതയെ നമ്മൾ എന്ത് ചെയ്യാണ്? കീപ്പ് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്തുതിക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, അല്ലെ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അപ്പൊ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ വ്യതിരിക്തത, പക്ഷെ വ്യതിരിക്തതയെ നിലനിൽക്കുമ്പോൾ തന്നെ ഹോണർ രണ്ടുപേർക്കുമാണ്. അതുകൊണ്ടാണ് സ്ത്രീയെ ബഹുമാനിക്കുവാൻ പറയുന്നത്. ക്രിസ്തുയേശുവിൽ സ്ത്രീയെന്നും പുരുഷനുമില്ല. നോ ഡിഫറൻസ്, ബട്ട് ദേ ആർ ഡിസ്റ്റിങ്റ്റീവ്. വ്യത്യാസമില്ല, രണ്ടുപേരും ഹ്യൂമൻ ആണ്, പക്ഷെ ഡിസ്റ്റിങ്റ്റീവ് ആണ്. അപ്പൊ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഇതാണ് നമ്മൾ ഈ രണ്ടാമത്തെ കന്യകയിൽ വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനെങ്കിലും സൃഷ്ടി അല്ലാത്തവനും. ക്രിയേഷൻ അല്ല. ഇപ്പൊ ഓൺടോളജിക്കൽ സബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൺടോളജിക്കൽ സത്താപരമായി ഒരു താഴ്ച, ഒരു ഹീനത പുത്രനില്ല. അപ്പൊ സത്താപരമായ ഹീനത പുത്രനില്ല. പിന്നെന്താണ്? സബോർഡിനേഷൻ 4 ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിലൊരു ടൈപ്പാണ് ആക്സിയോളജിക്കൽ സബോർഡിനേഷൻ. ഈ ആക്സിയോളജിക്കൽ സബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് അനുസരിച്ച് കീഴ്പ്പെടലാണ്. അപ്പൊ പിതാവിന് പുത്രനേക്കാൾ കൂടിയൊരു റാങ്കിലാണോ ഇരിക്കുന്നത്? നോ, നോട്ട് അറ്റ് ഓൾ. റാങ്കിൽ അവർ സെയിം. ഇപ്പൊ രണ്ടുപേരും മനുഷ്യരാണ്, രണ്ടുപേരും പോലീസിലാണ്. പക്ഷെ ഒരാള് ഡിവൈഎസ്പി ആണ്, മറ്റേ ആള് സർക്കിൾ ഇൻസ്പെക്ടറാണ്. രണ്ടുപേരും കാക്കി ഉടുപ്പിട്ടാണ് പോകുന്നത്, രണ്ടുപേരും മനുഷ്യരാണ്, അല്ലെ? സത്തയിൽ തുല്യരാണ്, സാരാംശത്തിൽ തുല്യരാണ്, പക്ഷെ റാങ്കിൽ വ്യത്യാസം. There is no such difference exist between father and son. പിതാവിന്റെയും പുത്രന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു റാങ്ക് വ്യത്യാസമില്ല. അപ്പൊ സ്തുതിയിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പിതാവിന് 2 സ്തുതിയും പുത്രന് 1 സ്തുതിയും. അങ്ങനെയല്ല. സ്തുതി ചൊവ്വാക്കപ്പെട്ട പരിശുദ്ധ സുറിയാനി സഭ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അപ്പൊ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ശുഭഹോ ലാഭോ റൂഹോ കാദീശോ എന്ന് പറഞ്ഞാൽ തുല്യമാണ്, വ്യത്യാസമില്ല. പിതാവിന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ സ്തുതി എന്നല്ല, പിതാവിന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ സ്തുതി എന്നൊരു സജഷനൊക്കെ അന്ന് വന്നു. പലരും അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ പിതാക്കന്മാർ സ്തുതി ചൊവ്വാക്കിയത്. അങ്ങനെയല്ല സ്തുതിക്കേണ്ടത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. യാവനൊരുത്തൻ മൂവരുമായി മൂവരതൊന്നായും മരുവും താതസുതാശ്വാസപ്രദനെ സത്യപരനായി സ്തുതി പാടാം. അപ്പൊ ഇതാണ് ഈ നമ്മൾ തൃത്വത്തെ മഹത്വപ്പെടുത്തുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധ. ദർ ഇസ് നോ ആക്സിയോളജിക്കൽ സബോർഡിനേഷൻ. അപ്പൊ സ്തുതിയിൽ, ആരാധനയിൽ വേറെ വ്യത്യാസമില്ല, ഒരു ഹീനതയില്ല, ഉച്ചനീചത്വമില്ല. അപ്പൊ പുത്രന് ആരാധനയിൽ ഒരു ഹീനതയും സംഭവിക്കുന്നില്ല. പിതാവിന് തുല്യമായ ആരാധനയാണ്.
അപ്പൊ ആരാധനയിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും സമന്മാരാണ്, തുല്യരാണ്, ഒരുപോലെയാണ് ആരാധിക്കപ്പെടുന്നത്. ധൂപം വെക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, അനുസ്മരിക്കപ്പെടുമ്പോൾ, ആഘോഷിക്കപ്പെടുമ്പോൾ, പരിശുദ്ധ സുറിയാനി സഭയുടെ ക്രമങ്ങൾ നിങ്ങൾ പരിശോധിക്കുക, ലിറ്റർജി പരിശോധിക്കുക, എപ്പോഴും എങ്ങനെയാണ്? ത്രിത്വത്തിനാണ് സ്തുതി. ത്രിയേകാമേകത്രേയ ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരന് സ്തുതി നിത്യം. അങ്ങനെയാണ് പാടുന്നത്. അപ്പം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ഒരുപോലെ സ്തുതിയാണ്. ദർ ഈസ് നോ ആക്സിയോളജിക്കൽ സബോർഡിനേഷൻ. മൂന്നാമതായിട്ട് വരുന്നത് എറ്റിയോളജിക്കൽ സബോർഡിനേഷൻ ആണ്. അതെങ്ങനെയാണ്? ഉത്ഭവ സംബന്ധമായിട്ട് ഒരു സബോർഡിനേഷൻ. ഈ ഉത്ഭവ സംബന്ധമായിരിക്കുന്ന ഈ സബോർഡിനേഷൻ ഡിസ്റ്റിങ്റ്റീവ് ആക്കുകയാണ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഡിസ്റ്റിങ്റ്റീവ് ആകുന്നത്? അതാണ് കോസ് സംബന്ധിച്ച സബോർഡിനേഷൻ. അപ്പൊ പുത്രന്റെ കോസ് വിശ്വാസ പ്രമാണത്തിൽ പറയുന്നു പിതാവാണ്. പിതാവിൽ നിന്ന് ജനിച്ചവൻ. പിതാവിനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നില്ല. പിതാവ് ആരിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നില്ല. പുത്രനിൽ നിന്ന് ജനിച്ചവനല്ല പിതാവ്, മറ്റാരിൽ നിന്ന് ജനിച്ചവനുമല്ല. പിതാവിന് മുമ്പ് പിതാവ് ജനിച്ചു എന്ന് പറയുന്നത് there is no source. അപ്പൊ ഫാദർ ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ. ഫാദർ ഈസ് ദ സോഴ്സ് ഓഫ് എവരിത്തിങ്. എല്ലാത്തിൻ്റെയും സർവത്തിൻ്റെയും ഉത്ഭവം, കാരണം ഫാദറാണ്. പുത്രൻ പിതാവിൽ നിന്ന് ജനിക്കുന്നു, പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. അതുകൊണ്ട് ഈ തിയോളജിക്കൽ സബോർഡിനേഷൻ, ദാറ്റ് ഈസ് അൺഓർത്തഡോക്സ്. പിന്നെയുണ്ട് നമുക്ക് ഫങ്ഷണൽ സബോർഡിനേഷൻ ഉണ്ട്. ഫങ്ഷണൽ എക്കണോമിക് സബോർഡിനേഷൻ. ഇന്ന് നമ്മുടെ വിഷയം അതല്ല, നമ്മൾ വിശ്വാസ പ്രമാണമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് പിതാവും പുത്രനും ഓൺടോളജിക്കലി ദേ ആർ സെയിം, നോ സബോർഡിനേഷൻ. അപ്പൊ ഇവിടെ പറയാണ് സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനെങ്കിലും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും ഓൺടോളജിക്കലി ദേ ആർ സെയിം, ഈക്വൽ, പിതാവിനോട് സമത്വമുള്ളവനും. അടുത്തത് തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും. ഇവിടെയാണ് ഈ ക്രിയേഷനിലുള്ള പുത്രന്റെ പങ്കാളിത്തം എടുത്തു കാണിക്കുകയാണ്. സൃഷ്ടിയല്ലാത്തവനും എന്ന് പറഞ്ഞിട്ട് പറയാണ് തന്നാലാണ് സകലവും നിർമ്മിക്കപ്പെട്ടത്. എവരിത്തിങ് വാസ് മെയ്ഡ് ത്രൂ ഹിം. അവനിലൂടെ സകലവും സൃഷ്ടിക്കപ്പെട്ടു.